യെസ്, അപ്പോൾ മറ്റൊരു സായാഹ്നം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഷോ തുടങ്ങാനുള്ള സമയമാണ്. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ടല്ലോ ഇന്ന്. ഒരുപാട് വാർത്തകൾ വന്ന ദിവസമാണ്. അപ്പോൾ ആ വാർത്തയുടെ എല്ലാം വിശദാംശങ്ങൾ, ഒപ്പം സെഗ്മെന്റ്സ്, ഇതെല്ലാം പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. ഒപ്പം പ്രേക്ഷകരുടെ കമന്റ്സ്, ഇതെല്ലാം നമ്മളുടെ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടെയും വളരെ എനർജിയോടെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. യെസ്, ആരംഭിക്കാം. ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. വെൽക്കം. അപ്പോൾ നമ്മുടെ ഷോയുടെ സമയം മാറ്റിയിട്ടുണ്ടെങ്കിലും മാറാത്ത ഒന്നുണ്ട്. അത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. നമ്മുടെ QR കോഡാണ്, അത് സ്ക്രീനിലേക്ക് വരുന്നു. പ്രേക്ഷകർക്ക് നമ്മുടെ ഷോയുടെ ഭാഗമാകാം. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് സ്ക്രീനിലെത്താം. 24-ന്റെ FB ഇൻസ്റ്റാ പേജിലും ഇപ്പോൾ ഈ കോഡ് പ്രേക്ഷകർക്ക് കാണാം. സ്കാൻ ചെയ്യുക, കോൾ ചെയ്യുക, വിശേഷങ്ങൾ നേരിൽ പറയാൻ ഈ സ്ക്രീനിലേക്ക് എത്തിയേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉറപ്പായി നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് പലപ്പോഴും PCR എന്ന് പറയാറുണ്ട്, വിളിക്കുന്നവർ ആരും ക്യാമറ ഓൺ ആക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ എന്നാലേ നിങ്ങളുടെ റേഞ്ച് കറക്റ്റ് ആണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. യെസ്, അപ്പോൾ നമുക്ക് വാർത്തകളിൽ തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പുറത്തു വന്ന വാർത്തയാണ്. അതിലേക്ക് ആദ്യം കടക്കുന്നു. ആന എഴുന്നള്ളിപ്പിൽ കർശന നിലപാടുമായി ഹൈക്കോടതി. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ എന്ന് കോടതി പറയുന്നു. ആനകളെ ഉപയോഗിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരികയാണല്ലേ? ഇപ്പോൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാനിരിക്കുക, അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കോടതിയുടെ ഈ ഉത്തരവ് ഏത് തരത്തിലായിരിക്കും ആന എഴുന്നള്ളിപ്പിനെ ബാധിക്കുക? ഒപ്പം തന്നെ എന്താണ് കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞത്? ഈ വരുന്ന ഡിസംബർ മാസം മുതൽ അങ്ങോട്ട് ഉത്സവ സീസണാണ് കേരളത്തിൽ. അപ്പോൾ നിരവധി ആന എഴുന്നള്ളിപ്പുകൾ പല സ്ഥലങ്ങളിലായി നടക്കാറുണ്ട്. പലപ്പോഴും കേട്ടിട്ടുള്ള വാർത്തകളൊക്കെയാണ് ആന ഇടഞ്ഞു എന്നുള്ളത്. ഇതൊക്കെ തന്നെ കോടതിയുടെ മുന്നിലുണ്ട്. ഇതിനിടയിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരുടെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഇപ്പോൾ പരിഗണനയ്ക്കെടുത്തിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആന എഴുന്നള്ളത്ത് അനിവാര്യ മതാചാരമല്ലെന്ന് കോടതി ഇന്നും ആവർത്തിക്കുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ആന എഴുന്നള്ളത്തിന്റെ നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് കോടതി പറയുന്നു. 3 മീറ്റർ അകലപരിധിയിൽ എത്ര ആനകളെ അണിനിരത്താനാകുമെന്ന് കോടതി ചോദിക്കുന്നു. ഉത്സവത്തിനെത്തുന്ന ആളുകളുടെ സുരക്ഷിതത്വം കൂടി പരിഗണിക്കണമെന്ന് കോടതി പറയുന്നു. ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഹിന്ദുമതം ഇല്ലാതാകുമോ എന്നൊരു ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ആന ഇല്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമെന്ന് ബോധ്യപ്പെടുത്താനാകണം, അങ്ങനെയെങ്കിൽ ശരി, സമ്മതിക്കാം എന്ന് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സമയത്ത് പരിഹാസ്യമായ വാദങ്ങളാണ് ആന എഴുന്നള്ളത്തിന് വേണ്ടി ഉന്നയിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ആകെ ആനകളുടെ 35% ഇല്ലാതായി എന്ന് കോടതി പറയുന്നു. കുട്ടികളെ പോലെ സംരക്ഷിക്കേണ്ട ജീവിവർഗമാണ് ആനകളെന്നാണ് കോടതിയുടെ അഭിപ്രായം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ 5 വർഷത്തിനുള്ളിൽ ആനകൾ ഇല്ലാതാകും എന്നും കോടതി പറയുന്നു. ആനപ്രേമികളെ പരിഹസിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിമർശനം വന്നിട്ടുള്ളത്. അതായത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ആനകളെ കണ്ടാണോ ആസ്വദിക്കുന്നതെന്നാണ് ചോദ്യരൂപത്തിൽ കോടതി ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. ആനകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ ആനകൾ അസ്വസ്ഥരാകുമെന്ന് ആന വിദഗ്ധൻ ഡോക്ടർ PS ഈസ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 മീറ്റർ അകലം ഉത്തമമാണ് എന്നും ഡോക്ടർ ഈസ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ഒരു കാര്യം വ്യക്തമാണ്, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ഹർജിയിലാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും ഇത് മുഴുവൻ ഉത്സവങ്ങൾക്കും ബാധകമാകും. അത് തൃശ്ശൂർ പൂരമടക്കമുള്ള ഈ ആന എഴുന്നള്ളിപ്പ് ഉള്ള ക്ഷേത്ര ഉത്സവങ്ങൾക്കെല്ലാം ബാധകമാകും ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തൃപ്പൂണിത്തുറയിൽ 15 ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതാണ് രീതിയെന്ന് ആ ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് 3 മീറ്റർ മാനദണ്ഡം പാലിച്ചാൽ എത്ര ആനകളെ എഴുന്നള്ളിക്കാം എന്ന് ചോദിച്ചപ്പോൾ അത് 9 എണ്ണമേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 9 പോരെ എന്ന് കോടതി ചോദിച്ചു. 9 ആനകളെ എഴുന്നള്ളിച്ചാൽ അത് ആചാരവിരുദ്ധമാകുമോ എന്നൊരു ചോദ്യം കൂടി കോടതിയിൽ നിന്നും വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ ചോദ്യം കോടതി ചോദിച്ചു. കോവിഡ് സമയത്ത് നിങ്ങൾ എത്ര ആനകളെയാണ് എഴുന്നള്ളിച്ചത്, അതൊന്ന് പറയൂ എന്നാണ് കോടതി പറഞ്ഞത്. ആ സമയത്തില്ലാത്ത ആചാര പ്രശ്നങ്ങൾ ഇപ്പോൾ എങ്ങനെ വരും എന്നും കോടതി ചോദിക്കുന്നു. അങ്ങനെ ആന എഴുന്നള്ളിപ്പിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം വിട്ട് അതിൽ വെള്ളം ചേർത്ത് ഒരു നടപടിയും നടക്കില്ല. അങ്ങനെ തന്നെയാണ് കോടതി പറയുന്നത്. 3 മീറ്റർ അതാണ് ചട്ടം, അത് പാലിച്ചേ തീരൂ. അതുകൊണ്ട് എണ്ണം കുറയുന്നെങ്കിൽ കുറയട്ടെ. ഹിന്ദുമതം തകർന്നു പോകുമോ എന്നൊരു ചോദ്യം കൂടി കോടതി ഇതിനൊപ്പം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്.
യെസ്, വളരെ വ്യക്തമായി കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല, ഈ ആനപ്രേമികൾക്ക് പോലും കൃത്യമായ രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ പരിഹാസമടക്കമുണ്ട്. ആനപ്രേമികൾ ചങ്ങലയിൽ ബന്ധനസ്ഥരായ ആനകളെ കണ്ടാണോ ആസ്വദിക്കേണ്ടതെന്ന ചോദ്യം പോലും കോടതിയിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയം അത്രമാത്രം ഗൗരവമായി കോടതി കാണുന്നു എന്നുള്ളതാണ് അല്ലേ? ഏറെ നാളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വരുമ്പോൾ അതനുസരിക്കുക തന്നെയാകും ഇനി ചെയ്യാൻ ഇടയാവുക. ഈ സമയത്താണ് ചില ക്ഷേത്രങ്ങളിൽ ഈ പറയുന്നത് പോലെ ഈ ആനകൾക്ക് പകരം ഈ യന്ത്ര ആനകളെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. മലബാറിലൊക്കെ ചില ക്ഷേത്രങ്ങളിൽ അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചടങ്ങായിട്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ആനപ്രേമികളെ സംബന്ധിച്ച് ആനയില്ലാത്തൊരു ഉത്സവം അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഇതിൽ ഇനി തുടർ നടപടി അത് എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഡൽഹിയിൽ നിന്ന് അതിഗൗരവതരമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഇതാണ് ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. ഇവിടെ നിന്ന് വെളുത്ത പൊടി കണ്ടെത്തിയിട്ടുണ്ട്. NSGയും പോലീസ് സംഘവും അടക്കം സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി നൽകുന്നതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഡൽഹിയിൽ നിന്നും. ബൽറാം, ഈ സ്ഫോടനം സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് എങ്ങനെ ഈ സ്ഫോടനം ഉണ്ടായി, അതും ഇങ്ങനെയൊരു സ്ഥലത്ത് ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, പ്രവിത, ഇപ്പോൾ സ്ഫോടനം നടന്ന പ്രശാന്ത് വിഹാറിലെ ഈ പാർക്കിന് സമീപമുള്ള പ്രദേശത്ത് NSG സംഘത്തിന്റെ വിദഗ്ധ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. NSGയുടെ ബോംബ് ഡിസ്പോസൽ യൂണിറ്റ് പ്രത്യേക ഒരു ലാബ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായ ഒരു ലാബ് തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും ലഭിക്കുന്ന തെളിവുകൾ അത് പ്രാഥമിക പരിശോധന നടത്തി ചെറിയ പാക്കറ്റുകളിലാക്കി സൂക്ഷിക്കുകയാണ് വിദഗ്ധ പരിശോധനയ്ക്കായി. ആദ്യഘട്ടത്തിൽ NSG ഇവിടെ എത്തിയ ഉടൻ തന്നെ മറ്റ് ഏജൻസികളെ ഇവിടെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച്, കൂടാതെ ഡൽഹി പോലീസിന്റെ തന്നെ ബോംബ് സ്ക്വാഡ് എന്നിവരായിരുന്നു. അവരെ മാറ്റി NSGയുടെ 15-അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിക്കുകയായിരുന്നു. പൂർണ്ണ സജ്ജീകരണങ്ങളോടെ 3 ബോംബ് പരിശോധന നടത്തുന്ന പരിശീലനം ലഭിച്ച നായ്ക്കളുമായാണ് ഈ സംഘം എത്തിയത്. അവരുടെ പരിശോധനകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ ഇവിടെയുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു NSGക്ക്. അതിനായുള്ള പ്രത്യേക പരിശോധനകൾ നടത്തി ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് വിദഗ്ധമായ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതുവരെയും ഡൽഹി പോലീസിന്റെയോ NSGയുടെയോ മറ്റേതോ എങ്കിലും ഏജൻസിയുടേതോ ഭാഗത്തു നിന്ന് സ്ഫോടനം സംബന്ധിച്ചുള്ള യാതൊരു ഔദ്യോഗികമായ പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സ്ഫോടനത്തെ കാണുന്നത്. കാരണം ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് ഒരു ആൾത്തിരക്കുള്ള പ്രദേശത്ത് സമീപത്തായി ഏതാണ്ട് 150-200 മീറ്റർ അകലെയാണ് PVR തിയേറ്റർ. ഇതിന് സ്ഫോടനം നടന്ന പ്രദേശത്തു നിന്നും വെറും 60 മീറ്റർ മാത്രം അകലെയാണ് ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. നേരെ എതിർഭാഗത്തായി നിരവധി കടകളുണ്ട്, പിന്നിൽ പാർക്കുണ്ട്, ആൾത്തിരക്കേറിയ ജനവാസ മേഖലയ്ക്ക് നടുക്കിലുള്ള ഒരു പാർക്കാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഉച്ചയ്ക്ക് 11:48 ഈ സ്ഫോടനം ഉണ്ടായത്. എങ്കിലും ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഈ പ്രദേശത്തു നിന്നും വെളുത്ത നിറത്തിലുള്ള പൊടി കണ്ടെത്തിയിരുന്നു. ആ പൊടി അത് കഴിഞ്ഞ മാസം ഡൽഹിയിലുണ്ടായ സ്ഫോടനം, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ആ സ്ഫോടന ശേഷം തെറിച്ച് വീണ പൊടിയാണ്. ഇതേ രീതിയിലുള്ള പൊടി ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു സ്ഫോടനം നടന്ന ഉടൻ തന്നെ എന്നുള്ളതാണ്. ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും 500 മീറ്ററോളം അകലെയാണ് ഡൽഹി ഈ പ്രശാന്ത് വിഹാറിലെ CRPF സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളിന്റെ മതിലിലാണ് കഴിഞ്ഞ മാസം സ്ഫോടനം ഉണ്ടായത്. റോഡ് സൈഡിൽ തന്നെ മതിലിനോട് ചേർന്നുണ്ടായ ഉഗ്രസ്ഫോടനം ഉഗ്രസ്ഫോടനമായിരുന്നു. വലിയ ശബ്ദമുണ്ടായിരുന്നു, എങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിൽ വെറും 500 മീറ്റർ മാത്രം അകലെ മറ്റൊരിടത്ത് സമാന സ്വഭാവമുള്ള ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. 2 സ്ഫോടനങ്ങളും ഉണ്ടായത് മതിലിനോട് ചേർന്ന് തന്നെയാണ്. കൂടാതെ ഈ സ്ഫോടന ശേഷം വെളുത്ത പൊടി കണ്ടെത്തിയിരുന്നു 2 ഇടങ്ങളിലും. ഇതെല്ലാം കൊണ്ട് തന്നെ 2 സ്ഫോടനങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരേ സംഘടനയോ വ്യക്തിയോ തന്നെയാണ് ഇതിന്
പിന്നിൽ എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം പോലീസിനുണ്ട് എങ്കിൽ പോലും ഔപചാരികമായി അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആദ്യ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അത് ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് സിഗരറ്റ് കുറ്റിയിൽ നിന്നുണ്ടായ തീയെ തുടർന്ന് പൊട്ടിത്തെറിച്ചതാണെന്ന തരത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങൾ വന്നിരുന്നു. പിന്നീട് അതിന് സിഖ് സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടനം നടന്നയിടത്തും NIA അടക്കമുള്ള ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഒരു മാസത്തിനകം തന്നെ വീണ്ടും ഒരു സ്ഫോടനം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസും മറ്റ് ഏജൻസികളും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് NSGയുടെ പ്രത്യേക സംഘം എത്തി ഇത് പരിശോധിക്കുന്നത്. ഈ പരിശോധിക്കാനായി എടുത്ത സാമ്പിളുകൾ അത് പ്രാഥമിക പരിശോധന നടത്തി ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അതിലൂടെ തന്നെ ഏത് സംഘടന സാധാരണയായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്, രാജ്യത്തിനകത്ത് നിന്നുള്ളതാണോ പുറമേ നിന്നും കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ നിന്നും വ്യക്തമാകും. ഇതിന് പിന്നിലുള്ള സംഘടന അല്ലെങ്കിൽ വ്യക്തി, അവരുടെ സ്വഭാവം എല്ലാം തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത് അതീവ സൂക്ഷ്മമായി തന്നെയാണ് ഈ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും പരിശോധനകൾ ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖല പൂർണ്ണമായും തന്നെ പോലീസ് ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ടാഗുകൾ കെട്ടി കോർഡൺ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ് എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്ഫോടനമുണ്ടായതിന് പിന്നാലെ തന്നെ ആളുകൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്താനും ഫയർഫോഴ്സിനെയും മറ്റ് ഏജൻസികളെയും വിവരമറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയിൽ നിന്നായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. ഇതിന് മറ്റ് നേരത്തെ സംശയിച്ചിരുന്ന സിഖ് സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ സ്ഫോടനം നടന്ന സമയത്ത് ഇവിടെ ഇവിടെ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് നിരവധി പേർ ഈ പ്രദേശത്തുണ്ടായിരുന്നു എങ്കിൽ പോലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അത് ഏറെ ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു മാസത്തെ ഇടവേളയ്ക്കിടയിൽ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഏജൻസികൾ. ശരിയാണ്, ബൽറാം പറഞ്ഞത് തന്നെയാണ്. അതായത് രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഈ രീതിയിൽ ആർക്കും പരിക്കുകളില്ല, ആളപായമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ സ്ഫോടനം ഉണ്ടാവുന്നു, അത് ഉഗ്രശേഷിയുള്ള സ്ഫോടനം തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത് ആരാണ് എന്നൊക്കെ കണ്ടെത്താനുള്ള സമയം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു മാസം മുൻപാണ് സ്കൂളിനടുത്തുണ്ടായത്, ഇപ്പോൾ ഒരു തിയേറ്ററിൻ്റെ അടുത്താണ്. ഇത് എന്തെങ്കിലും സൂചനകളാണോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് പ്രശാന്ത് വിഹാറിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമുക്ക് രസകരമായ ഒരു റിപ്പോർട്ടിലേക്ക് പോയാലോ പ്രജൻ? വളരെ ഇപ്പൊ ഈ സൈബർ തട്ടിപ്പുകൾ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ് അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും എല്ലാ പ്രായക്കാരും പറ്റിക്കപ്പെടാറുണ്ട്. പക്ഷേ പ്രായമായവർക്ക് പലപ്പോഴും ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ കുറച്ച് സ്ലോ ആയിരിക്കും. ചിലപ്പോൾ അവരത് പഠിച്ചു വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരിൽ തട്ടിപ്പ് നടത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അവരെ പറ്റിക്കാനാണ് മിക്കവരും ശ്രമിക്കാറുള്ളതും. എന്നാൽ തട്ടിപ്പുകാർക്കെല്ലാം പേടി സ്വപ്നമായ ഒരു മുത്തശ്ശിയുണ്ട്. എന്താണ്, എവിടെയാണ്? പേര് ഡെയ്സി എന്നാണ്. ബ്രിട്ടനിൽ നിരവധി തട്ടിപ്പുകാരെ വലയിലാക്കാൻ ഡെയ്സി അമ്മൂമ്മ സഹായിച്ചു എന്നതാണ് വാർത്ത. എന്നാൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ മുത്തശ്ശിക്കുണ്ട്. എന്താണെന്നല്ലേ കാണാം. So W is then a dot. 3 times W and then dot. I think your profession is bothering people, right? I'm just trying to have a little chat. It's nearly been an hour. For the love of Gosh, how time flies. ഇക്കഴിഞ്ഞ നവംബർ 14 മുതൽ ഡെയ്സി അമ്മുമ്മ ഒരു ദൗത്യത്തിലാണ്. പരമാവധി തട്ടിപ്പുകാരെ അകത്താക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഈ മുത്തശ്ശി മനുഷ്യ സ്ത്രീയല്ല. ബ്രിട്ടീഷ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ വിർജിൻ മീഡിയ ഓട്ടോ സൃഷ്ടിച്ച AI മുത്തശ്ശിയാണ് ഡെയ്സി. AI അധിഷ്ഠിതമായ ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഡെയ്സി മുത്തശ്ശി. തട്ടിപ്പുകാരോട് ദിവസം മുഴുവൻ സംസാരിക്കുക എന്നതാണ് മുത്തശ്ശിയുടെ ഏക തൊഴിൽ. തട്ടിപ്പുകാരോട് 1000-ലധികം സംഭാഷണങ്ങൾ നടത്തിയ ഡെയ്സി മുത്തശ്ശി ശരാശരി 40 മിനിറ്റ് നേരമാണ് സംസാരിക്കുന്നത്. സാങ്കേതിക പരിജ്ഞാനം തീരെയില്ലെന്ന് അഭിനയിച്ചും തന്റെ പേരക്കുട്ടികളെക്കുറിച്ച് കഥ പറഞ്ഞും തട്ടിപ്പുകാരുടെ സമയം കളഞ്ഞ് അവരെ നിരാശരാക്കുകയാണ് ഡെയ്സി മുത്തശ്ശി. AI മുത്തശ്ശിയെ പരിശീലിപ്പിക്കാൻ പ്രശസ്തരായ പല തട്ടിപ്പുകാരെയും കമ്പനി ഉപയോഗിച്ചു. വിദഗ്ധ പരിശീലനം നേടിയതിനാൽ മുത്തശ്ശിയുടെ സംസാരത്തിൽ തട്ടിപ്പുകാർ വീഴുന്നു. തങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് തട്ടിപ്പുകാരുടെ ലിസ്റ്റിലേക്ക് ഡെയ്സിയുടെ നമ്പർ ചേർക്കുകയാണ് ആദ്യപടി.
നമ്പർ സീഡിംഗ് എന്ന വിദ്യയാണ് ഇതിനുപയോഗിക്കുന്നത്. തട്ടിപ്പുകാരുടെ സമയം പാഴാക്കുന്നതിന് പുറമെ ഉപഭോക്താക്കൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ മുന്നറിയിപ്പ് നൽകുക എന്ന ദൗത്യത്തിനും കൂടിയാണ് ഡെയ്സി മുത്തശ്ശിയെ ഉപയോഗിക്കുന്നത്. പല കേസുകൾക്ക് തുമ്പുണ്ടാക്കാനും തെളിവ് ശേഖരണത്തിനും മുത്തശ്ശിയുടെ സേവനം ഉപയോഗിക്കുന്നതായി കമ്പനി അറിയിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും ഒരാൾക്ക് ഒരു ദിവസം ശരാശരി 9 കോളുകളാണ് തട്ടിപ്പുകാരിൽ നിന്ന് വരുന്നത്. ഇന്ത്യയിലും ഇത്തരമൊരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിലോ? റിസർച്ച് ഡെസ്ക് 24. അപ്പൊ അതാണ് ആ AI മുത്തശ്ശിക്കൊള്ളാം അല്ലേ? അതെ, നാട്ടിൽ വിടും വരട്ടെ. അതെ. അപ്പൊ നമുക്കിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാലോ? അതിന്ന് ലോക്സഭാ അംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള വാർത്ത പ്രേക്ഷകരൊക്കെ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും. ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിപ്പിടിച്ചായിരുന്നു വയനാട് MP-യുടെ സത്യപ്രതിജ്ഞ. കേരള തനിമയുള്ള കസവ് സാരി അണിഞ്ഞാണ് ആദ്യ ദിനത്തിൽ പ്രിയങ്ക ലോക്സഭയിലെത്തിയത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूं, सत्यनिष्ठा से प्रतिज्ञान करती हूं. പ്രിയങ്ക ഗാന്ധി വദ്ര ഇനി മുതൽ പാർലമെന്റ് അംഗം. കരഘോഷത്തോടെയാണ് പ്രതിപക്ഷ നിര പ്രിയങ്കയെ ലോക്സഭയിലേക്ക് വരവേറ്റത്. केरला श्रीमती प्रियंका गांधी वाड्रा. കേരള തനിമയുള്ള കസവ് സാരിയുടുത്താണ് പ്രിയങ്ക ഗാന്ധി ആദ്യ ദിനം പാർലമെന്റിലെത്തിയത്. മാതാവ് സോണിയാഗാന്ധിക്കും സഹോദരൻ രാഹുൽ ഗാന്ധിക്കുമൊപ്പം ആദ്യം പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്കാണ് പ്രിയങ്ക എത്തിയത്. സ്വീകരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെറുയോഗത്തിന് ശേഷം പിന്നെ ലോക്സഭയിലേക്ക്. केरला श्रीमती प्रियंका गांधी वाड्रा. ഹൈബി ഈഡൻ സമ്മാനിച്ച ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിലേന്തിയായിരുന്നു സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ ബെഞ്ചിലെ 4ാം നിരയിലാണ് പ്രിയങ്ക ഇരുന്നത്. അപ്പോഴേക്കും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ മുങ്ങി. അതിലും പ്രിയങ്ക പങ്കാളിയായി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വസതിക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷ പ്രകടനം നടത്തി. പാർലമെന്റിൽ ഇനി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ മേൽവിലാസം. BJPക്കും മോദി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടെ ലോക്സഭയിൽ കരുത്തേറുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. അപ്പൊ പ്രിയങ്ക ഗാന്ധി MP ആയി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ജാർഖണ്ഡിൽ മറ്റൊരു സംഭവം ഇപ്പോൾ നടന്നു. അതെന്താണ്? മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തലസ്ഥാനമായ റാഞ്ചിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കളും എത്തിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം അധികാരം ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം മറ്റ് മന്ത്രിമാർ ആരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രജിൻ പ്രവിത, ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായാണ് ഹേമന്ത് സോറൻ അല്പം മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അദ്ദേഹത്തിന്റെ 4ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81 സീറ്റുകളിൽ 56 ഇന്ത്യ മുന്നണി വിജയം നേടിയത്. അതിനുശേഷം ആ ചടങ്ങ് തന്നെ ഇപ്പോൾ ഒരു വലിയ ചടങ്ങാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കളുടെ ഒരു നേതൃനിര തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, കർണാടകയിൽ നിന്നുള്ള DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, DMK-ക്കായി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, അതുപോലെ RJD-യുടെ നേതാവ് തേജസ്വി യാദവ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഒരു നേതൃനിര തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഒരു ശക്തി പ്രകടനമായി കൂടി ഈ വേദി മാറി എന്നുള്ളതാണ്. അങ്ങനെ കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ളവരും ആ വേദിയിലുണ്ടായിരുന്നു. 14ാമത് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ അധികാരത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഇത്തവണ അധികാരം വീണ്ടും നിലനിർത്തുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമം അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുടനീളം JMM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്ക് കാണാൻ കഴിഞ്ഞ. എസ് അച്യുതൻ, എന്തായാലും ജയിലിൽ പോയതും അതൊന്നും അവിടെ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. വീണ്ടും ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ വരുമ്പോൾ കൂടുതൽ ശക്തിയോടുകൂടിയ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ 4ാം ഊഴത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങും. ആ രീതിയിലുള്ള നേതാക്കളെല്ലാം, ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം തന്നെ അവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇനി എന്താണ്, എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
ഈ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. ഹാഷിം, ആബിദ്, മുഹമ്മദ്, അപ്പം മലബാർ വാലി മറ്റൊരു കാര്യം പറഞ്ഞു. നേരത്തെ ആനയുടെ വിഷയം വന്നപ്പോൾ ഇട്ടതാണെന്ന് തോന്നുന്നു. ആനപ്രേമമല്ല അത് ശരിക്കും. ആന ലോബിയുടെ കച്ചവട കേന്ദ്രമായി മാറുകയാണ് എല്ലാ ഉത്സവങ്ങളും എന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ ഇടപെടലുകൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നാണ് മലബാർ വാലി എന്ന ഐഡിയിൽ നിന്ന് വന്ന കമന്റ്. വൈപ്പറും ഒപ്പം അക്കുവും ചോദിക്കുന്നുണ്ട്, ചാനൽ മാറിപ്പോയോ, 24-ൽ ഗാനമേള തുടങ്ങിയോ എന്നൊക്കെ. ഇപ്പം നമ്മുടെ പരിപാടി മുൻപ് കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. പിന്നെന്താ, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആനപ്രേമവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ആന വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പം മലബാറിന്റെ ആ കമന്റ് ആണ് അല്ലെ, ആനപ്രേമമല്ല എന്നുള്ളത്. അതാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഷിൻസ് ജോസഫ് പറയുന്നത് മറ്റൊരു കാര്യം. നേരത്തെ നമ്മുടെ അമ്മൂമ്മയുടെ ഒരു സ്റ്റോറി കൊടുത്തല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഷിൻസ് ജോസഫ് വേറൊരു രീതിയിൽ ചിന്തിക്കുന്നു. തട്ടിപ്പുകാർക്കും വേണമെങ്കിൽ AMH ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അത് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ. മുത്തശ്ശി ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ പോലീസുകാരെ ഉൾപ്പെടെയും അതുപോലെ നമ്മളെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് മുന്നിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഒരുപാടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് അബ്ദുൾ പറയുന്നു. എന്താ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ഒരുപാട് പേര് ഉണ്ട്. പ്രവിതക്കുട്ടി ഇവിടെ ടൈം 6:45 ആയി, ഡിന്നർ ഉണ്ടാക്കി കഴിഞ്ഞു, ഒരു നല്ല പാട്ട് പാടിത്തരാമോ? കൊഞ്ചി കൊഞ്ചിക്കരയില്ലേ എന്ന പാട്ടാണ് ആശ ചോദിച്ചിരിക്കുന്നത്. അതേതാണ് ആ പാട്ട്? എനിക്കത് കറക്റ്റായിട്ട് ലിറിക്സ് അറിയില്ല കേട്ടോ. എന്താ, എല്ലാവിധ ആശംസകളും പ്രിയങ്കാ ഗാന്ധിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാർത്തയോടൊപ്പമുള്ള കമന്റ്സ് ഉണ്ട്, ഒപ്പം നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് കമന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അല്ലേ. ശ്രീന സതീശൻ പറയുന്നു, പ്രിയങ്കയെങ്കിലും വയനാടിന് മെഡിക്കൽ കോളേജ് സാധ്യമാക്കിയാൽ മതിയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ MP എന്ന നിലയിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകാനുള്ള ശ്രമങ്ങൾ പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് പ്രസിഡന്റ് പ്രവിത തുടരുകയാണ്. നമ്മളിനി നേരെ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു സങ്കട വാർത്ത ഇന്നലെ വന്നിരുന്നു. അതെ, വലിയൊരു അനാസ്ഥയുടെ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. ഗർഭകാലത്ത് നടത്തിയ സ്കാനിങ്ങുകളിൽ കുട്ടിയുടെ വൈകല്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന പരാതിയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആലപ്പുഴ കടപ്പുറത്തെ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്കെതിരെയും നഗരത്തിലെ മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് ഗുരുതര ആരോപണം. നവംബർ 8-നാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ സുറുമി പ്രസവിക്കുന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തായിരുന്നില്ല, വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. കുഞ്ഞിന് കണ്ണു തുറക്കത്തില്ല, മുലപ്പാല് വാണ്ട് കുടിക്കാൻ പറ്റത്തില്ല, ട്യൂബ് ഇട്ടിട്ട് അതിൽ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് വൈകല്യം അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രസവത്തിന്റെ അന്നാണ് ഡോക്ടർ ഇക്കാര്യത്തെക്കുറിച്ച് അനീഷിനോട് പറയുന്നത്. ഇങ്ങനെ സ്കാനിംഗ് സെന്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അത് മെൻഷൻ ചെയ്യാഞ്ഞിട്ടോ അതോ ചെയ്തിട്ടും WNCയിലെ ഡോക്ടർ ഷേർലി മാഡം ഇത് നമ്മളോട് പറയാതിരുന്നതാണോ എന്നും നമുക്കറിയത്തില്ല. ആലപ്പുഴ സൗത്ത് പോലീസ് നൽകിയ പരാതിയിൽ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കെതിരെയും ലാബിലെ 2 ഡോക്ടേഴ്സിനെതിരെയും കേസെടുത്തു. റേഡിയോളജിസ്റ്റിനുണ്ടായ പിഴവിന് തങ്ങളെ പഴിക്കുന്നുവെന്ന് കേസിലെ 1-ാം പ്രതി ഡോക്ടർ പുഷ്പ 24-നോട്. അനോമലി കണ്ടുപിടിക്കുന്നത് 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ്. അത് ഗൈനക്കോളജിസ്റ്റ് അല്ല, റേഡിയോളജിസ്റ്റ് ആണ് അനോമലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ആകെ 7 സ്കാനിങ്ങുകളാണ് നടത്തിയത്. ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള മിഡാസിലും ശങ്കേഴ്സിലുമായിരുന്നു പരിശോധന. 2 ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടറുടെ സാന്നിധ്യമില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതേസമയം 7-ാം മാസത്തിൽ നടത്തിയ സ്കാനിങ്ങിൽ പോലും കുട്ടിയുടെ വൈകല്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ശങ്കേഴ്സ് ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിൻ പറഞ്ഞു. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനാണ് അന്വേഷണ ചുമതല. ഫൈനൽ ഒപ്പീനിയൻ അവരാണ് തരേണ്ടത്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് അത് ചെയ്യേണ്ടത്. ആ ഒപ്പീനിയൻ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ DMO ജമുന വർഗീസിനോട് റിപ്പോർട്ട് തേടി. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ട് സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് DMO കൈമാറും. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. എന്തായാലും ആലപ്പുഴയിലെ ഈ സംഭവത്തിൽ, ഈ പരാതിയിൽ ഡോക്ടേഴ്സിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി. ആശുപത്രി സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. ഓപ്പറേഷൻ
കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അത് ഏറ്റെടുക്കാമെന്ന് സൂപ്രണ്ടിന് ഉറപ്പ് പറയാനേ പറ്റത്തുള്ളൂ. രേഖാമൂലം എഴുതി തരാൻ പറ്റില്ല, എനിക്കറിയാം. ഉറപ്പ് കിട്ടിയാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റാം. അതേസമയം പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. പരാതി നമ്മളെല്ലാം അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും പറയുകയും പിന്നെ കൂടുതൽ ഉന്നതതല അന്വേഷണം DMO തലത്തിൽ നടത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ കേസും അതുപോലെ തന്നെ ഒരു ഡോക്ടർമാർ അവരുടെ ഭാഗം പറഞ്ഞ് നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇനി വേറൊരു ഔദ്യോഗിക ഒരു തല അന്വേഷണം വേറെ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ നമ്മളത് കുഴപ്പം വന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം എന്തായാലും അതിലൊരു അന്വേഷണം ഉണ്ടാകും. നടപടി എവിടെയെങ്കിലും ഈ പറയുന്നത് പോലെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണത്തിലൂടെ കണ്ടെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? ഇപ്പോൾ വളരെ ആശ്വാസം നൽകുന്നൊരു വാർത്ത അല്പസമയം മുൻപ് വന്നു. അത് ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റിനെ സംബന്ധിച്ചാണ്. വലിയ കാര്യമായ രീതിയിൽ അതിനെ ഭയപ്പെടേണ്ടതില്ല എന്ന ആശ്വാസ വാർത്ത ഇപ്പോൾ വരുന്നു. റീജിയണൽ മെറ്ററോളജിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലചന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നാളെയോടെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും, പക്ഷേ ചുഴലിക്കാറ്റ് അതിശക്തമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 65 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ആ കാറ്റ് പരമാവധി വീശുക. അത് ഒരു വലിയ വേഗമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്, അല്ലേ? അതെ, മുൻപൊരു പ്രേക്ഷകൻ എൻ്റെ പേര് തെറ്റിച്ച് എവിടെയോ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആശ പറയുന്നുണ്ട് പ്രീജിതയല്ല പ്രവിതയാണ് എന്ന്. അല്ലെങ്കിൽ എൻ്റെ പേര് ഏതൊക്കെ തരത്തിലാണല്ലേ പറയുന്നത്? പ്രജിനും പ്രവിതയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് പ്രീജിത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും സിബ്ലിങ്സ് ആണോ എന്ന് ആരവ് ചോദിക്കുന്നുണ്ട്. ആണെന്ന് കരുതിക്കോളൂ, കുഴപ്പമില്ല. ഗുഡ് ഈവനിങ് ബോത്ത് ഓഫ് യു എന്ന ഫാഷൻ ക്ലിനിക്ക് എന്ന ID യിൽ നിന്ന് വരുന്നുണ്ട്. ചികിത്സാ പിഴവ് ആര് ഏറ്റെടുക്കുമെന്നാണ് ആരിഫിന്റെ ചോദ്യം. അതാണ് ഇപ്പോൾ അത് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഈ ഡീസലിന് അധിക നിരക്ക് ഈടാക്കുന്നതിനെതിരെ KSRTC ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി. ആ ഹർജി സുപ്രീം കോടതി തള്ളി എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. ബൾക്ക് പർച്ചേസിന് എണ്ണ കമ്പനികൾ അധിക നിരക്ക് ഈടാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു അന്ന് KSRTC ഈ ഹർജി നൽകിയത്. പക്ഷേ ഇപ്പോൾ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മറ്റൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? സെഗ്മെന്റുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കാണാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തിയേറ്ററിൽ നിന്ന് ടർക്കിഷ് തർക്കം എന്ന സിനിമ പിൻവലിച്ചതിൽ നിർമ്മാതാവിനോട് വിശദീകരണം തേടിയിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വിവാദം അനാവശ്യമെങ്കിൽ ചിത്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? പ്രവിത, ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ വലിയ വിവാദം ആ ചിത്രത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകമായി ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് എന്നും മതനിന്ദയാണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കമെന്നും ആരോപിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചിത്രത്തിനെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുകയുമൊക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെ വിവാദം വലിയ തോതിൽ ആളിക്കത്തിയതിന് പിന്നാലെയാണ് നിർമ്മാതാവ് ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളൊരു കാര്യം മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഈ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്ത് പശ്ചാത്തലത്തിലാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ചിത്രം പിൻവലിക്കേണ്ടതായി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടന ഈ നിർമ്മാതാവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം പിൻവലിക്കാനുണ്ടായ കാരണം, അതിന് പിന്നിലുണ്ടായ വിവാദങ്ങളൊക്കെ അനാവശ്യമാണെങ്കിൽ, ആ വിവാദങ്ങൾ അനാവശ്യമാണെങ്കിൽ ചിത്രത്തിനും നിർമ്മാതാവിനും പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നൽകിയിരിക്കുന്നത്. ഇന്നോ നാളെയോ തന്നെ ഈ വിശദീകരണം സംഘടനയ്ക്ക് ഔദ്യോഗികമായി ലഭിക്കും. അതിന് ശേഷമായിരിക്കും സംഘടനയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുക. എന്തായാലും ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ ആ ചിത്രത്തെ കുഴയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വക്താക്കളും അറിയിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള ഫിലിം മാർക്കറ്റിന്റെ 2ാം പതിപ്പ് ഡിസംബർ 11 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കും. തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുമായി നടക്കുന്ന KFMന്റെ പ്രധാന ആകർഷണം ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകളും ലോക സിനിമയിലെ പ്രതിഭകൾ നയിക്കുന്ന ശില്പശാലകളുമാണ്. ചലച്ചിത്ര പ്രവർത്തകർക്ക് വിവരങ്ങൾ കൈമാറുന്നതിനും പണം സമ്പാദിക്കുന്നതിനുമുള്ള ക്രിയാത്മകമായ അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2ാമത്തെ കേരള ഫിലിം മാർക്കറ്റിന് തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമാണ് പരിപാടിയുടെ സഹസംഘാടകർ.
ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് അത്യാധുനിക വിവരങ്ങളിലേക്കും സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ബിസിനസ് സാധ്യതകളിലേക്കും പ്രവേശനം നൽകാനാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗോവ ചലച്ചിത്രോത്സവത്തിലെ ഫിലിം ബസാറിന് തുല്യമായ സംവിധാനമായി KFMനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചലച്ചിത്ര പ്രവർത്തകർക്ക് സിനിമയിലെ വിവിധ മേഖലകളെ സംബന്ധിച്ച് നൂതന അറിവുകളും വാണിജ്യ സാധ്യതകളും പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. 6000 രൂപയും GSTയുമാണ് രജിസ്ട്രേഷൻ ഫീസ്. സിനിമാറ്റോഗ്രാഫി ശില്പശാലയ്ക്ക് 20,000 രൂപയും പശ്ചാത്തല സംഗീത ശില്പശാലയ്ക്ക് 15,000 രൂപയുമാണ് ഫീസ്. www.keralafilmmarket.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് രസകരമായ ചില റിപ്പോർട്ടുകളിലേക്ക് പോകാം അല്ലേ? അതെ, വ്യത്യസ്ത കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സെഗ്മെന്റിലേക്കാണ് ഇനി വിസ്മയത്തുമ്പത്ത്. ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ അങ്ങനൊരു സേവനമുണ്ട്. ആ സേവനം വഴി കൊച്ചി വിമാനത്താവളത്തിൽ ആദ്യ ഓമന മൃഗമെത്തി. അതെ, ഖത്തറിൽ നിന്നാണ് ഈ അതിഥി എത്തിയത്. ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് ഇവ എന്ന പൂച്ചക്കുട്ടിയുമായി എത്തിയത്. 25 വർഷത്തിനിടയിൽ ആദ്യമായാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അനിമൽ ക്വാറന്റൈൻ വഴി ഓമനമൃഗം എത്തുന്നത്. കഴിഞ്ഞ മാസമാണ് അനുമതി ലഭിച്ചത്. ഇവ എന്ന പൂച്ചക്കുട്ടിയുമായി ഖത്തറിൽ നിന്നും എത്തിയത് ചേലക്കര സ്വദേശി രാമചന്ദ്രനും മകനും. ഖത്തറിലെ വഴിയരികിൽ നിന്ന് ലഭിച്ച പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കാൻ തോന്നിയില്ലെന്ന് രാമചന്ദ്രൻ. 1 വർഷമായിട്ടുള്ളത് ചെറിയ കുഞ്ഞ് കിട്ടിയതാ. അത് കരയിനുണ്ട് പിടുത്തുകൊണ്ടേ വളർത്തിയതാ. അവർക്ക് എടുത്തുകൊണ്ടേ ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു. പിന്നെ അതിനെ കളയാൻ തോന്നിയില്ല. 340 റിയാലാണ് പൂച്ചക്കുട്ടിയെ കേരളത്തിലെത്തിക്കാൻ ചെലവായ തുക. സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ 7 ദിവസത്തിനുള്ളിൽ പൂർത്തിയായി. വിദേശത്ത് നിന്ന് കൂടുതൽ വളർത്തുമൃഗങ്ങൾ വരും ദിവസം നെടുമ്പാശ്ശേരിയിലെത്തും. മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധയുണ്ടെങ്കിൽ 15 ദിവസം ക്വാറന്റൈന് വിധേയമാക്കിയ ശേഷമാകും ഉടമകൾക്ക് വിട്ടു നൽകുക. 24 കൊച്ചി. കൊള്ളാം. അപ്പൊ ഇവയ്ക്ക് പിന്നാലെ ഇനിയിപ്പോൾ ആരൊക്കെയാണ് കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. എറണാകുളം നഗരത്തിൽ പട്ടാപ്പകൽ പിടിച്ചുപറി. കത്രിക്കടവിൽ ലോട്ടറി വിൽപ്പനക്കാരിയിൽ നിന്ന് 15,000 രൂപയുമായി യുവാവ് കടന്നുകളഞ്ഞു. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 24-ലൂടെ അത് പ്രേക്ഷകർ കാണാം. ഇങ്ങനെയാണ് ആ തട്ടിപ്പ് ഉണ്ടായത്. പിടിച്ചുപറിയെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കറിയണം. വിഷ്ണു സുരേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇത് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? പ്രജിൻ, ഇന്നലെ ഉച്ചയോടുകൂടി കത്രിക്കടവ് മാർക്കറ്റ് റോഡിലായിരുന്നു സംഭവം. സുഗുണ എന്ന് പറയുന്ന സ്ത്രീയാണ് അവിടെ ലോട്ടറി വിൽക്കുന്നത്. അവരുടെ വലിപ്പിൽ ഏകദേശം 15,000 രൂപയോളം ഉണ്ടായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് ഈ യുവാവ് രാവിലെ മുതൽ ഈ കടക്ക് പരിസരം ഉണ്ടായിരുന്നു. അവർ ജസ്റ്റ് ഒരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ ഈ യുവാവ് അവിടെ നിന്ന് ഈ പണപ്പെട്ടിയിൽ നിന്ന് പണവും എടുത്ത് തൊട്ടടുത്ത് കിടന്ന ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു. ഒരു ആസൂത്രിത മോഷണ ശ്രമമാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കും ഈ മോഷണത്തിൽ പങ്കുണ്ടെന്നുള്ളതാണ് പോലീസിന്റെ വിവരം. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ്. യെസ്, ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. അവിടെ ഒരു ഓട്ടോ നേരത്തെ നിർത്തിയിട്ടിട്ടുണ്ട്. പണം മോഷ്ടിച്ച് അത് കൈക്കലാക്കിയ ശേഷം ഓടി ആ ഓട്ടോയിൽ കയറുന്നതും ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. പിന്നീട് ഓട്ടോ വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും യുവാവിനോടായുള്ള അന്വേഷണം അത് ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് വിഷ്ണു സുരേഷ് നൽകിയിരിക്കുന്ന വിവരം. ഒരു പ്രേക്ഷകൻ ഓൺലൈൻ ലൈഫ് വരുന്ന പെൻഷൻ സ്കാം കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് നിയമോപദേശം തേടിയിരിക്കുകയാണ് ധനവകുപ്പ്. ഉദ്യോഗസ്ഥർക്ക് ഉടൻ ധനവകുപ്പ് നോട്ടീസ് നൽകും. മറ്റ് സർക്കാർ വകുപ്പുകളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പ്രതികരിച്ചു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 പേരാണ് പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ നോട്ടീസ് നൽകും. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചതുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായതെന്ന് പരിശോധിക്കും. സംഭവത്തിൽ ക്രിമിനൽ നിയമപ്രകാരം കേസെടുക്കുന്നത് സംബന്ധിച്ചാണ് ധനവകുപ്പ് നിയമോപദേശം തേടിയത്. വീഴ്ച ആവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് മറ്റു വകുപ്പുകളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിച്ചത്. ഒരു അധിക തുക കൈപ്പറ്റിയാൽ ആ തുക തെറ്റായി പറ്റിയതാണെങ്കിൽ അത് സർക്കാരിലേക്ക് തിരിച്ചടക്കുക എന്നുള്ളതാണ് വകുപ്പ്. പക്ഷേ ഇത് അതിൽ നിർത്താൻ പറ്റുന്നതല്ല. ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുക്കും. അതേസമയം ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. സാമൂഹ്യ പെൻഷനാണ് സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുന്നത്. കോളേജ് പ്രൊഫസർമാർ, ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന മാസം സ്ഥിരം ശമ്പളം വാങ്ങുന്നവർ, ഇതൊക്കെ ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കല്ലേ സംസ്ഥാനം പോകുന്നു. ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ സർക്കാർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. മസ്റ്ററിംഗ് ഉൾപ്പെടെ കർശനമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിലെത്തിയത് സർക്കാരിനും നാണക്കേടാണ്. പെൻഷൻ അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. 24 തിരുവനന്തപുരം. എങ്ങനെയാകും ആ നടപടി എന്നാണ് നമ്മളും കാത്തിരിക്കുന്നത്. യെസ്, നമുക്ക് ഇനി അടുത്തൊരു വാർത്തയിലേക്ക് പോവാം. ആ റിപ്പോർട്ടിന്റെ പ്രത്യേകതകളുണ്ട്. അതിജീവനത്തിന്റെ ഒരു സ്നേഹക്കടയിലേക്കാണ് നമ്മൾ ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നേരെ മുണ്ടക്കയിലേക്കാണ്. അവിടെ ഉരുൾപൊട്ടലിൽ ഉറ്റർ നഷ്ടപ്പെട്ട നൗഫലാണ് അവരുടെ ഓർമ്മകൾക്കായി മേപ്പാടി ടൗണിൽ ഒരു കട തുറന്നത്. ഈ നൗഫലിനെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ്. നമ്മൾ ഒരുപാട് തവണ റിപ്പോർട്ടുകൾ നൽകിയതാണ്, ദൃശ്യങ്ങൾ കണ്ടതാണ്. ഗൾഫിലായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത്, ദുരന്തം നടക്കുന്ന സമയത്ത്. തിരികെ എത്തുമ്പോഴത്തേക്കും കുടുംബത്തിലെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞെട്ടിക്കുന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നതും അതിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ജൂലൈ 30 എന്നാണ് കടയ്ക്ക് അദ്ദേഹം പേര് നൽകിയിരിക്കുന്നത്. വേറെന്താണ് നൽകുക അല്ല പേര്? കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നിറച്ചതായിരുന്നു ഈ കാഴ്ച. സ്വന്തമെന്നു പറയാനുള്ളവരെയെല്ലാം ഉരുളെടുത്തു. പ്രവാസിയായിരുന്നു നൗഫൽ. ഭാര്യ സജ്ന എപ്പോഴും പറയുമായിരുന്നു വിദേശത്തെ ജോലി ഒഴിവാക്കി നാട്ടിലൊരു ബേക്കറി തുടങ്ങാമെന്ന്. ഇപ്പോൾ ബേക്കറി തുടങ്ങി. പക്ഷേ അതൊന്നും കാണാൻ സജ്നയോ പ്രിയപ്പെട്ടവരോ ഇന്ന് കൂടെയില്ല. അവരുടെ ഓർമ്മകൾ ചേർത്ത് പിടിച്ചാണ് ജൂലൈ 30 എന്ന ബേക്കറി ആരംഭിച്ചത്. ഓരോരോ ആഗ്രഹമാണ് ഇതിങ്ങനെ നടത്തണം എന്നില്ല. ഞാൻ ഗൾഫിലാണ്, ഗൾഫ് ജീവിതം ഒഴിവാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റിലാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ആഗ്രഹമാണ്. ഓല് കാണുന്നുണ്ടാവും, ഒരു സന്തോഷിക്കും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരും നാട്ടുകാരും പിന്തുണയുമായി കൂടെയുണ്ട്. കുടുംബത്തിൻ്റെ വിയോഗം അത് താങ്ങാവുന്നതിനപ്പുറമാണ്. ഏതായാലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന ഈ സംഘടനയെ നമ്മൾ എൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. KNM ആണ് കട തുടങ്ങാൻ സഹായം നൽകിയത്. ജൂലൈ 30 എന്ന ഈ കട നൗഫലിന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമാണ്. നഷ്ടങ്ങളെ, ഓർമ്മകളെ അതിജീവന മന്ത്രമാക്കിയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം. മനു ദാമോദറിനൊപ്പം മിഥില ബാലൻ, 24 വയനാട്. നല്ല നല്ല കാര്യങ്ങൾ നൗഫലിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാണ് നമ്മളും ആശംസിക്കുന്നത്. അതെ, ജൂലൈ 30 ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നൗഫലിന് എല്ലാവിധ ആശംസകളും നേരും. അപ്പോൾ ഗുഡ് ഈവനിങ് ഷോയുടെ യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്.